നിലവിൽ ഇന്ത്യയിലെ എല്ലാ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലും ഇന്റർനെറ്റിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് ഗുജറാത്ത് കലാപത്തെ പറ്റിയും നരോദ കൂട്ടക്കൊലയെ പറ്റിയും. അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെ ബേസ് ചെയ്ത് ഒരു സിനിമ വരുമ്പോഴത്തേക്കും ഇവിടെയുള്ള സംഘപരിവാറിന്റെ ആൾക്കാർക്ക് എങ്ങനെയാണ് അതൊരു പ്രശ്നമാവുന്നത്? അങ്ങനെ ചരിത്രത്തിൽ നടന്നൊരു സംഭവത്തിനെ ഇനി ആരും അറിയരുത് എന്ന് വാശി പിടിക്കുന്നത് തന്നെ വളരെ വലിയ ഒരു പ്രശ്നമാണ്. അപ്പം ഇവിടെ ആർക്കും അറിയാത്ത ഒരു കാര്യമല്ല എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഇവരെല്ലാം ചൊടിപ്പിക്കുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ വളരെയധികം ജനസമ്മതിയുള്ളൊരു സിനിമ വരുമ്പോഴത്തേക്കും ഈ ഇൻഫർമേഷനുകൾ തപ്പി ആൾക്കാർ പോകും. ആരാണ് ബാബു ബജ്രംഗി, ഇതുപോലെയുള്ള ആൾക്കാർ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഈ കൂട്ടക്കൊലയിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് ജനങ്ങൾ തിരക്കി പോകും. അപ്പോൾ ഇവരെ പറ്റിയുള്ള വിവരങ്ങൾ എന്തായാലും കിട്ടും. ഇതൊക്കെയാണ് നിലവിൽ സംഘപരിവാറിന്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. 2002 നടന്ന ഒരു സംഭവം ചരിത്രം മായ്ച്ചു കളയാനാണ് ശ്രമിക്കുന്നത്, ഇത് ആരാലും അറിയപ്പെടാതെ പോകാൻ. അതുകൊണ്ടാണ് സംഘപരിവാർ ഈ സിനിമയെ എതിർക്കുന്നത്. 2002 ഗുജറാത്ത് കലാപം അത് ഈ സിനിമയിൽ മുഴുവനായിട്ടല്ല, ഒരു പകുതി ഭാഗം പോലും കാണിക്കാൻ മുരളി ഗോപിയോ പൃഥ്വിരാജോ ശ്രമിച്ചിട്ടില്ല. ടൈറ്റിൽ കാർഡിൽ കാണിക്കുന്ന ഗോദ്ര കലാപത്തിന്റെ കുറച്ച് ഭാഗങ്ങളിൽ പോലും അവർക്ക് ഭയങ്കരമായിട്ടുള്ള അസഹിഷ്ണുതയുണ്ട്. നരോദയിൽ നടന്ന ആ കൂട്ടക്കൊല അതുപോലെ തന്നെ പച്ചയ്ക്ക് കാണിക്കുമ്പോഴത്തേക്കും എന്തായാലും സംഘപരിവാറിന് വളരെയധികം പ്രയാസം കാണും. കാരണം ഇതൊന്നും ആരും അറിയരുത് എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം സംഘപരിവാറിനുണ്ട്. അതുതന്നെയാണ് അവർ ഈ സിനിമയെ എതിർക്കാനുള്ള ഏറ്റവും വലിയ കാരണം. അതുപോലെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരാളുടെ ക്രിയേറ്റിവിറ്റി, അയാളുടെ ക്രിയേഷൻ, ആർട്ട് ഫോം, ഇതൊക്കെ സെൻസർ ചെയ്യുന്നതിനെ പറ്റി ഇവിടുത്തെ പല ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനകളും പണ്ട് മുതലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരളത്തില് കേരള സ്റ്റോറി, അതായത് കേരളവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു സിനിമ പ്രദർശിപ്പിച്ചപ്പോൾ ഇവിടെയുള്ള ആൾക്കാരെല്ലാം പറഞ്ഞു ഇത് കേരളത്തിൽ നടക്കുന്ന സംഭവമല്ല, അതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും കണക്കുകളും എല്ലാം തെറ്റാണെന്നുള്ള കാര്യം ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അന്നൊന്നും സെൻസർ ബോർഡിന് പ്രശ്നമില്ലാത്തത് ഇന്ന് എമ്പുരാന്റെ കാര്യത്തിൽ എങ്ങനെയാണ് പ്രശ്നം വന്നത്? കാരണം അത് നിലവിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടി എങ്ങനെയാണ് അധികാരത്തിൽ വന്നത് എന്നുള്ളത് ആ സിനിമയിൽ കൂടെ കാണിക്കുന്നുകൊണ്ടായിരിക്കാം, അല്ലേ?